ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒണിയൻ ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ചുവന്നുള്ളി കുറച്ച് ഒരു 10-20 അല്ലി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില, ഇത്രയുമാണ് അതിൽ ചേർക്കാൻ ആവശ്യം. മാവ് ഉപ്പിട്ട് ദോശമാവ് കലക്കി വെച്ചിരിക്കുന്നു. ഉഴുന്നും അരിയും ഇട്ട് ആട്ടിയതാണ് ഈ മാവ്. എണ്ണ, സൺഫ്ലവർ ഓയിലോ നെയ്യോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം അത് ചേർക്കാം. എന്നും സാധാ ദോശ തിന്നും അടുത്ത് വരുമ്പോൾ ഇന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇത് വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ആദ്യമായി ദോശ എണ്ണ തൂത്തതിന് ശേഷം മാവ് ഒഴിച്ചു കൊടുക്കാം. അധികം പരുത്തണ്ട, അധികം കട്ടിയും വേണ്ട. ഇട്ട ശേഷം ഇത് മൊത്തം മിക്സ് ചെയ്തെടുക്കണം. ഈ ഉള്ളി മൊത്തം മിക്സ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഈ മാവിൻ്റെ എല്ലായിടത്തും ആവണ രീതിയിൽ ഉള്ളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. സൈഡിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദോശ തിരിച്ചിടുന്ന സമയം എല്ലാം കൂടി അവിടെ ഇവിടെ ആയിട്ട് തെറിച്ച് വീഴും. പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ലൈക്കും കൂടി തരണേ. അതിന് ദോശ സൈഡ് മൊത്തം നല്ലവണ്ണം മൊരിയുന്നത് വരെയും വെയിറ്റ് ചെയ്യണം. സൈഡ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്ന് നേരെ ആക്കിയതിന് ശേഷം കുറച്ച് നേരം കൂടി ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാം. നമ്മുടെ ഉള്ളി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സെർവിങ് പ്ലേറ്റിലോട്ട് വിളമ്പും. അതുപോലെ തന്നെ കുറച്ച് മാവും കൂടി ഇട്ട ശേഷം ഒരെണ്ണം കൂടി ചുട്ട് കാണിക്കാം. മാവ് പരത്തിയതിന് ശേഷം അധികം കട്ടിയാവണ്ട, അധികം ആവാതെ പരത്തിയതിന് ശേഷം ഈ ഉള്ളിയുടെ മിക്സ് എല്ലായിടത്തും ആവണ രീതിയിൽ ഇട്ട് കൊടുക്കും. സൈഡിൽ എണ്ണ ഒഴിച്ചു കൊടുക്കും. ഈ സിമ്മാക്കി വേണം വെക്കാൻ. നല്ലപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഉള്ളി ഇതിൽ നല്ല ഉറപ്പായിട്ട് ഇരുന്നില്ലെങ്കിൽ നമ്മൾ ഇളക്കുമ്പോൾ അത് പൊട്ടി വീണ് പോകും. നമ്മുടെ ഒണിയൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ചമ്മന്തിയും ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ കഴിക്കാം. നിങ്ങൾക്ക് ചമ്മന്തി വേണമെങ്കിൽ തക്കാളി ചട്നിയോ തേങ്ങാ ചട്നിയോ ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ദോശപ്പൊടി ആയിട്ടും ചേർത്ത് കഴിക്കാം. ഒണിയൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.